ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ 2026 ജനുവരി മാസത്തിലെ പരീക്ഷാ കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നമ്മുടെ പി എസ് സിയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഈ ഒരു കലണ്ടർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ജനുവരി മാസത്തിലെ 2026 ജനുവരിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണ്, ആ പരീക്ഷാ തീയതി എന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ നിശ്ചിത പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഫോണിലേക്ക് ഓൾറെഡി കൺഫർമേഷന്റെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. കൺഫർമേഷൻ കൊടുക്കുക, നവംബർ 11 വരെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യേണ്ട, ആദ്യമേ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഈ മാസത്തിൽ ജനുവരി 3-ാം തീയതി നടക്കുന്ന പരീക്ഷ റിപ്പോർട്ടർ ഗ്രേഡ് 2 കേരള പോലീസിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ്. റിപ്പോർട്ടർ ഗ്രേഡ് 2 കോൺസ്റ്റബിൾ ജനറൽ എക്സിക്യൂട്ടീവ് ഫോഴ്സ്, ഈ രണ്ട് പരീക്ഷകൾ കമ്പൈൻഡ് ആയിട്ട് നടക്കുന്നു. ദെൻ 593/2024 അസിസ്റ്റന്റ് മാനേജർ, അതായത് ടൈറ്റാനിയത്തിലേക്ക്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സിലേക്ക് നടക്കുന്ന അസിസ്റ്റന്റ് മാനേജർ ബോയിലർ ഓപ്പറേഷന്റെ പരീക്ഷ, അത് ടെക്നിക്കൽ വിങ്ങിലുള്ള പരീക്ഷയാണ്. 6-ാം തീയതി ജനുവരി 6-ാം തീയതി നടക്കുന്നു. പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ നടക്കുന്നത് കാറ്റഗറി നമ്പർ 274/2025 ജനുവരി 6-ാം തീയതിയാണ് എന്നുള്ളത് കാര്യം കൂടെ മനസ്സിലാക്കുക. അടുത്ത പരീക്ഷയായിട്ട് HSST കൊമേഴ്സ് ആണ്. അത് ST ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. HSST കൊമേഴ്സ് 119/2025, അത് ജനുവരി 8-ാം തീയതിയാണ് ആ പരീക്ഷ നടക്കുന്നത്. ദെൻ ട്രേഡ്സ്മാൻ സ്മിത്തി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വിങ്ങിലേക്കുള്ള പരീക്ഷയാണ്. ട്രേഡ്സ്മാൻ സ്മിത്തി എക്സാം നടക്കുക, അത് ജനുവരി 8-ാം തീയതിയാണ് ആ പരീക്ഷ നടക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇത് കലണ്ടർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ എത്ര പേര് ഇതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇപ്പൊ സ്മിത്തി ആണെങ്കിൽ 1650, നമ്മുടെ HSST കൊമേഴ്സ് ആണെങ്കിൽ 745, അങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷന്റെ നമ്പർ. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ കോസ്മെറ്റോളജി പരീക്ഷ 9/1 നിന്ന് പോസ്റ്റ്പോൺഡ് ഫ്രം 9/1/2020, അതായത് 9/1/2026 തന്നെയാണ്. കഴിഞ്ഞ വർഷം നടക്കേണ്ട പരീക്ഷയായിരുന്നു, അത് ഒരു വർഷം വൈകി 2026 ജനുവരി 9-ാം തീയതിയാണ് നടക്കുന്നത്. ഈ ITI ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജനുവരി 12-ാം തീയതിയാണ്. അതിന്റെ രണ്ടും ഡയറക്ടർ റിക്രൂട്ട്മെന്റും ST റിക്രൂട്ട്മെന്റും ഒക്കെ നടക്കുന്നത്. ദെൻ ഫോർമാന്റെ 098/2025 ഫോർമാൻ എക്സാം നടക്കുന്നത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജനുവരി 13-ാം തീയതിയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ചീഫ് ഇൻസ്പെക്ടിംഗ് ഓഫീസർ, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക്? കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ ലാൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ചീഫ് ഇൻസ്പെക്ടിംഗ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 029, 030, 032 എന്നിങ്ങനെ 3 കാറ്റഗറികളിലേക്ക്, അതുപോലെ തന്നെ 033, ഇതെല്ലാം കോമൺ എക്സാം ആയിട്ടാണ്. ഈ 4 കാറ്റഗറികളിലേക്കും കോമൺ എക്സാം ആയിട്ടാണ് വരുന്നത്. അത് ജനുവരി 14-ാം തീയതിയാണ് ആ പരീക്ഷ നടക്കുന്നത് എന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. ഇതിന് കൺഫർമേഷൻ കൊടുക്കാനുള്ളവർ കൊടുക്കുക. അടുത്ത പരീക്ഷ ഡെപ്യൂട്ടി മാനേജർ, ഇതിലേക്കാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലേക്കുള്ള ഡെപ്യൂട്ടി മാനേജർ പരീക്ഷ നടക്കുന്നത് ജനുവരി 15-ാം തീയതിയാണ്. മാർക്കറ്റിംഗ് മാനേജർ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള മാർക്കറ്റിംഗ് മാനേജറുടെ ഡയറക്ടർ റിക്രൂട്ട്മെന്റും, അതുപോലെ തന്നെ സീനിയർ മാനേജറുടെ ഡയറക്ടർ റിക്രൂട്ട്മെന്റും 428, 460 കോമൺ എക്സാം ആണ്. ജനുവരി 15-ന് തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അത് ജനുവരി 15-ാം തീയതി പരീക്ഷ നടക്കുന്നു. മെഡിക്കൽ ഓഫീസർ NCA റിക്രൂട്ട്മെന്റ് ആണ്. ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനിലേക്ക് ജനുവരി 15-ാം തീയതി നടക്കുന്നു. ജൂനിയർ ഇൻസ്ട്രക്ടർ ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ജനുവരി 16-ാം തീയതി ITIയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ജനുവരി 16-ാം തീയതി നടക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കേരള പോലീസിലേക്കുള്ള SC STക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ജനുവരി 17-ാം തീയതി ആ പരീക്ഷ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് PCBAE പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷ നടക്കുന്നത് ജനുവരി 19-ാം തീയതിയാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ജൂനിയർ കെമിസ്റ്റ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്കുള്ള ജൂനിയർ കെമിസ്ട്രി പരീക്ഷ നടക്കുന്നത് ജനുവരി 20-ാം തീയതിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജൂനിയർ കെമിസ്ട്രി പരീക്ഷയ്ക്ക് 7930 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ കെമിസ്ട്രി PG കാർക്കൊക്കെയാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് ജനുവരി 20-ാം തീയതിയാണ് ആ പരീക്ഷ നടക്കുന്നത്. അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ, ഈ പറഞ്ഞ സ്റ്റേറ്റ് ആർക്കൈവ്സിലേക്കുള്ള ആ പരീക്ഷയും ഈ ജൂനിയർ കെമിസ്ട്രി പരീക്ഷയുടെ ക്ലബ് ചെയ്താണ് നടക്കുന്നത്. രണ്ടും കൂടെ ജനുവരി 20-ആം തീയതിയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ കെയർ ടേക്കർ ഫീമെയിൽ എന്നുള്ളത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജനുവരി 21-ാം തീയതി, കഴിഞ്ഞ വർഷത്തെ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം കോമൺ ആയിട്ട് കെയർ ടേക്കർ എക്സാംസ് എല്ലാം കോമൺ ആയിട്ട് 21-ാം തീയതി നടക്കുന്നു. ട്രേഡ്സ്മാൻ ടെക്സ്റ്റൈൽ ടെക്നോളജി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലേക്കുള്ള നിയമനമാണ്
ജനുവരി 22 ആ പരീക്ഷ നടക്കുന്നത്. ദെൻ കെയർ ടേക്കർ എക്സാംസ് വീണ്ടും വരുന്നത് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്കുള്ളത്. ട്രേഡ്സ്മാൻ സിവിൽ പരീക്ഷ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് ജനുവരി 27 ആ പരീക്ഷ നടക്കുക. അതിലായിട്ട് 16,058 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ട്രേഡ്സ്മാൻ സിവിൽ പരീക്ഷ. മീറ്റർ റീഡർ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള മീറ്റർ റീഡർ പരീക്ഷ നടക്കുന്നത് ജനുവരി 29 അതിന് 7,361 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ സിലബസും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ MMB ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള MMB ട്രേഡ് ഇൻസ്ട്രക്ടറുടെ സ്പെഷ്യൽ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ജനുവരി 31 എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും പരീക്ഷ, ഒരുപാട് പരീക്ഷകളൊന്നും ഇല്ല, കുറെ കോമൺ ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പരീക്ഷകളിലെ എല്ലാം കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം ഇപ്പോഴാണ്. കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി പഠനത്തിന്റെ നാളുകളാണെങ്കിൽ അധിക സമയം നമ്മുടെ മുന്നിലില്ല. നന്നായിട്ട് വർക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് സർക്കാർ ജോലിയിലേക്ക് എത്താനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.